ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എല്ലാം തിങ്. പാർട്ട് 8 റിവിഷൻ ആണ് നടക്കുന്നത്. 8ാം ഭാഗം റിവിഷൻ ആണ് നമ്മൾ ചെയ്യുന്ന. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 2024. ക്വസ്റ്റ്യൻസ് 22 to 29 5 മാർക്സ്. ഇപ്പം നമ്മൾ 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം 22ാമത്തത്. ഇന്ന് നമ്മൾ 3 ചോദ്യങ്ങൾ ചെയ്യുന്നതായി, 22, 23, 24. The first term of an arithmetic sequence is 5 and the common difference is 4. What is the algebraic expression for this sequence? What is the algebraic expression for the sum of first 10 terms of this sequence? Find the sum of first 20 terms of this sequence. ഇപ്പോൾ ഇത് മലയാളത്തിലാണെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 5ഉം പൊതുവ്യത്യാസം 4ഉമാണ്. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. ഈ ശ്രേണിയിലെ ആദ്യത്തെ പദങ്ങളുടെ തുകയുടെ ബീജഗണിതം എഴുതുക. ഈ ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണുക. നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് എഫ് വന്നിട്ടുണ്ട് 5, കോമൺ ഡിഫറൻസും ഉണ്ട് 4. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിച്ചിരിക്കാം? ഓൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം അല്ലേ? xn is equal to f plus n minus 1 into d equals 5 plus n minus 1 into 4. 5 plus 4 into n 4n 1 into 4 minus 4 സമം 4n എന്നുള്ളത് ആദ്യം എഴുതാം. 4n 5 minus 4 1. 4n plus 1 ആണ് ആദ്യത്തെ പാർട്ടിന്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞ് അടുത്തത് രണ്ടാമത്തെ പാർട്ടിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഇസ് ദ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഫോർ ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ്? അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാം. Sn is equal to n/2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. Sn is equal to n/2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഈക്വൽസ് n/2 into ഫസ്റ്റ് ടേമിന് നമുക്ക് എഫ് എന്ന് കൊടുക്കാം. എക്സിന് നമുക്ക് എന്താ കൊടുക്കാം? n-1 into d. n-1 into എ എഴുതാൻ വിട്ടു അല്ലേ? എ ഓർ എഫ്. എഫ് പ്ലസ് n-1 into d ഈക്വൽസ് n/2 into എഫ് പ്ലസ് എഫ് 2f പ്ലസ് n-1 into d. ഇനി ഇതിൽ നമുക്ക് എഫിൻ്റെയും ഡിയുടെയും വില കൊടുക്കാം. 2 into എഫ് എത്ര? 5 പ്ലസ് n-1 into d എത്ര? 4. ഇപ്പം എത്ര വരും? n/2 into i2 10 പ്ലസ് 4 into n 4n മൈനസ് 4. ഇപ്പം എത്ര കിട്ടും ആൻസർ? n/2 into 4n ഇതാണ് 10 മൈനസ് 4 6. അപ്പോൾ എന്താ കിട്ടിയ ആൻസർ? n/2 into 4n മൈനസ് 6. n/2 into 4n മൈനസ് 6. ഇപ്പോഴ് ഇനി ഇത് നോക്കിക്കേ, ഇനി കുറച്ചുകൂടി ചെയ്യാനുണ്ട്. ബിയിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഇസ് ആൾജിബ്രൈക് എക്സ്പ്രഷൻ? ആൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഭാഗം മായ്ച്ചാലേ ചെയ്യാൻ പറ്റൂ. ഫസ്റ്റ് പാർട്ട് മായ്ക്കാണ്, കാണാൻ പറ്റാത്തതുകൊണ്ട് മായ്ച്ചിട്ട് ഇപ്പുറത്തോട്ട് എഴുതി. Sn is equal to n/2 into 4n plus 6. ഇത് ചെയ്യുന്ന 2 കോമൺ ഫാക്ടർ എടുക്കാം. n/2 into 2 എടുത്തു കഴിഞ്ഞാൽ 2n പ്ലസ് 3 കട്ട് ചെയ്ത് പോവും. എന്ത് കിട്ടും? n into 2n plus 3 ഓപ്പൺ ദ ബ്രാക്കറ്റ് 2n into n 2n സ്ക്വയർ പ്ലസ് 3 into n 3. ഇതാണ് നമ്മൾ Snന്റെ ആൾജിബ്രൈക് ഫോം. ഇത് ബിയുടെ ആൻസർ ആണ് കേട്ടോ, ബി. ഇനി നമുക്ക് സി ചെയ്യാം. സം ഓഫ് 20 ടേംസ്. ഈ എന്നിന് പകരം 20 കൊടുത്തു കഴിഞ്ഞാൽ 20 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 20 പദങ്ങളുടെ തുക കിട്ടും. 2 into 20 സ്ക്വയർ പ്ലസ് 3 into 20 എത്ര കിട്ടും? 20 സ്ക്വയർ
എത്ര 400 ഇൻറ്റു 2 800 860. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ 860 എന്ന് കിട്ടും. ഇവിടെ സ്ക്വയർ ഉണ്ട്, പ്ലസ് 860. അപ്പം 5 മാർക്കിന്റെ ചോദ്യം കഴിഞ്ഞ്. വളരെ എളുപ്പമല്ലേ? ഒന്നാമത്തെ ചോദ്യം. 23ാമത്തെ ചോദ്യം. A circle passes through the origin -30 and 04. Find the diameter of the circle. Find the length of the diameter of the circle. Diameter of the circle. Okay. What are the coordinates of the center? Write the equation of the circle. ഈ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, 0 4 3 -30 ഇത് സെന്റർ എന്താണ്, ഒറിജിൻ, ദാറ്റ് ഈസ് 0 0. എന്താണ്, നമുക്ക് ഇത് രണ്ട് യോജിപ്പിക്കാം. ഇതൊരു സെന്റർ ആണ്, സർക്കിളിന്റെ സെന്റർ ആണ്. അപ്പൊ ഈ സർക്കിളിന്റെ സെന്റർ നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പൊ ഞാൻ ബോഡി വരച്ച പടത്തിന് ചിലപ്പോൾ പാകതകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. സെന്റർ എന്താണ് ചോദിച്ചത്? ഡയമീറ്റർ. അപ്പൊ നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ എന്താണ്, ഇതിന് O എന്ന് കൊടുക്കാം, ഇത് A എന്ന് കൊടുക്കാം, ഇത് B എന്ന് കൊടുക്കാം. AB is the diameter. You have to find the length of AB. അപ്പൊ ഇതിന്റെ ഈ ചോദ്യം മലയാളത്തിലാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഒരു വൃത്തം ആധാരബിന്ദു -3 0 0 4 എന്നീ ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്നു. വൃത്തത്തിന്റെ വ്യാസത്തിന്റെ നീളം എത്ര? വൃത്തകേന്ദ്രത്തിന്റെ സൂചക സംഖ്യകൾ ഏതെല്ലാം? വൃത്തത്തിന്റെ സമവാക്യം എഴുതാം. അപ്പോഴേ നമുക്ക് ഡയമീറ്റർ എന്ന് പറയുന്നത് AB ആണ് ഡയമീറ്റർ. AB is the diameter. എവിടെ കേട്ടോ? -30 തൊട്ട് 04 വരെയുള്ള ലെങ്ത് ആണ് ഡയമീറ്റർ. നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. D is equal to root of എങ്ങനെയാണ്? -3 -0 whole square plus 0 - 4 the whole square. എത്ര? ഇവിടെ -3 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? റൂട്ട് ഓഫ് 9 + 16 √25 = 5 എന്ന് കിട്ടും. അപ്പം എന്താണ്, ഡയമീറ്റർ ഒന്നാമത്തെ ആൻസർ കിട്ടി. ഡയമീറ്റർ = 5. ഇനി രണ്ടാമത്തത്, വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെന്റർ? ഈ സെന്ററിന്റെ കോർഡിനേറ്റ്സ് ഇതിന്റെ മിഡ് പോയിന്റ് എടുത്താൽ മതി. മിഡ് പോയിന്റ് ഓഫ് AB. നമ്മൾ AB ന് പേര് കൊടുത്തില്ലേ? x1 + x2/2 y1 + y2/2 -0 not -0 sorry 0 + -3/2 0 + 4/2. എത്ര കിട്ടും? ആൻസർ എത്ര കിട്ടും? -3/2 4/2 is 2. ആൻസർ -3/2 2 എന്ന് ആൻസർ കിട്ടും. അപ്പൊ രണ്ടാമത്തെ ആൻസർ ആയി. സി x - a the whole square plus y - b the whole square is equal to r². x മൈനസ് ഇവിടെ നമുക്ക് സെന്ററിന്റെ കിട്ടിയല്ലോ, ഏതെങ്കിലും ഇതിൻ്റെ അകത്തൊരു പോയിന്റ് എടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റും. x - -3/2 the whole square plus y - 2 the whole square is equal to റേഡിയസ് എത്ര? 5ന്റെ പകുതി അല്ലേ? 5/2 whole square. അപ്പം ഇത് ഒന്നുകൂടെ കറക്റ്റ് ആയി. മൈനസ് മൈനസ് പ്ലസ് x + 3/2 the whole square plus y - 2 the whole square is equal to 5/2 the whole square. ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. അപ്പം 23ാമത്തെ ചോദ്യം കഴിഞ്ഞു, 3 പാർട്ടും കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യം. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 4 cm 5 cm and angle between them is 70 degree. Draw the incircle of the triangle and measure its radius. ഇത് എല്ലാ വർഷവും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്. ഇൻസർക്കിളിന്റെ ഉറപ്പായിട്ട് ഈ വർഷവും വരുന്നതായിരിക്കും. നിങ്ങൾ പഠിക്കാം. ഇപ്പം ട്രയാങ്കിൾ വരയ്ക്കാൻ 2 സൈഡും ഒരു ആംഗിളോ തന്ന്, ചിലപ്പോൾ 3 സൈഡ് തന്നിരിക്കും. ഓക്കെ, ആദ്യം ഒരു ലൈൻ വരയ്ക്കുക. ഞാനിത് റഫായിട്ട് കാണിച്ചു തരാം. എന്താണ്
5 സെന്റിമീറ്റർ. എന്നിട്ട് ഇവിടെ എത്ര എടുക്കണം? 60 ഡിഗ്രി എടുക്കണം. 60 ഡിഗ്രി. ആംഗിൾ എത്ര? ഈ സൈഡ് എത്ര? 4. ആംഗിൾ ബിറ്റ്വീൻ ദം 60. 4ഉം 5ഉം. അങ്ങനെ ട്രയാങ്കിള് ജോയിൻ ചെയ്യുക. ഓക്കെ. എന്നിട്ട് ഇതിന്റെ ഇൻസർക്കിൾ വരയ്ക്കണമെങ്കിൽ ഏതെങ്കിലും 2 ആംഗിളിന്റെ ബൈസെക്ടർ വരയ്ക്കണം. ഇപ്പം 60 അല്ല, സോറി, 70. ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലെങ്തിന്റെ മോർ ദാൻ ഹാഫ് എടുത്തിട്ട് ഇവിടെ വെച്ച് ഒരു ആർക്ക്, ഇവിടെ വെച്ച് ആർക്കിനെ കട്ട് ചെയ്യുക. അങ്ങനെ ബൈസെക്ടർ വരയ്ക്കുക. ഈ ആംഗിളിന് അതുപോലെ ബൈസെക്ടർ നമ്മൾ ഡിവൈഡ്സ് ദീസ് ആംഗിൾ ഇൻടു 2 ഈക്വൽ പാർട്സ്. ഇവിടെ വെച്ച് അല്ല, ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഒരു ചെറിയൊരു ആർക്ക് വരയ്ക്കുക. ആ ആർക്കിൽ നിന്ന് നമ്മൾ എന്താണ് വേറെ പകുതി കൂടുതൽ വേണം എടുക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ 2 ആംഗിൾ ബൈസെക്ടേഴ്സ് വരച്ചു. എന്നിട്ട് ഈ ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് നിങ്ങൾ നിങ്ങളുടെ ഇതിൻ്റെ അകത്ത് എടുത്തിട്ട് ഒന്നുകിൽ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. എന്നിട്ട് ഇതിൽ നിന്നും ഈ 3 വട്ടക്സിലേക്കുള്ള അകലവും തുല്യമായിരിക്കും. ഇതാണ് സെന്റർ എന്ന് പറയും. ഈ സെന്ററിൽ വെച്ച് കോമ്പസ് വെച്ച് ഈ 3 നീളങ്ങളും തുല്യമായിരിക്കും. അവിടെ വെച്ചിട്ട് നമ്മൾ ഒരു സർക്കിള് വരയ്ക്കുക. ഓക്കെ. ഇങ്ങനെ ഇരിക്കും ഫിഗർ. എൻ്റെ ഫിഗർ ഒന്നും നോക്കണ്ട. ഇതാണ് ശരിക്കും വരുന്ന പടം. നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഓക്കെ. അപ്പം 3 ചോദ്യങ്ങൾ. ഡ്രോ ദ ഇൻസർക്കിൾ ഓഫ് ദ ട്രയാങ്കിൾ ആൻഡ് മെഷർ ഈസ് റേഡിയസ്. ഈ റേഡിയസ് അങ്ങ് അളന്ന് എഴുതിയാൽ മതി. എത്ര കിട്ടുമെന്ന് നോക്കാം. അപ്പം ഇവിടെ 4ഉം 5ഉം അല്ലേ? ഇത് 90 ഡിഗ്രി. ഇവിടെ 35. ഇവിടുത്തെ നിങ്ങൾ ആംഗിള് കണ്ടുപിടിച്ച് എഴുതുക, മെഷർ ചെയ്ത് എഴുതുക. ഓക്കെ.